പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു നാടൻ വിഭവങ്ങളാണ്. കുമ്പളങ്ങ, അതുപോലെ ചേമ്പ് നണ്ടിട്ടിട്ടുള്ള പുളിങ്കറി, തേങ്ങ അരയ്ക്കാതെയാണ്. അപ്പോൾ അതും പിന്നെ നല്ല കപ്പ, കടുക്, വറ്റൽമുളകൊക്കെ താളിച്ച് അതിൽ നമ്മൾ പുരട്ടിയിട്ട് ഉപ്പേരി പോലെ വയ്ക്കുമല്ലോ, അതും പിന്നെ നല്ല നാടൻ മോരുണ്ട്, പച്ചമോര്. അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ ഊണിനുണ്ടാക്കുന്ന വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് കറിക്ക് ചേമ്പ് തണ്ട് പുളിക്കറിയാണ്. അപ്പോൾ അതാ ചേമ്പിൻ്റെ തണ്ട് അതിപ്പോൾ എടുത്ത് കൊണ്ടുവന്നത്. പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ, ചെറിയൊരു കഷ്ണമാണ്, അതാണ് കറി വയ്ക്കാനുള്ളത്. ഇത് നമുക്ക് കപ്പ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുമ്പളങ്ങ അത് തോലക്കം ചെത്താം. ഒരു ചെറിയൊരു കഷ്ണമാണ് എടുക്കുന്നത്, 2 നേരത്തിലുള്ള കറിക്കുള്ള മാത്രം കഷ്ണം മുറിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതാ ഇനി അത് തോലൊക്കെ ചെത്തി കഴിഞ്ഞു. നമുക്ക് ഒന്ന് മുറിക്കാം. ഇനി ഉള്ളിലെ ചോറും ആ കുരുവൊക്കെ ഒന്ന് കളയാം. ഇനിയിപ്പോൾ നമ്മളെ ചേമ്പും തണ്ട് അത് തോലിങ്ങോട്ട് കിഴിച്ചിട്ട് എടുക്കാം. ചെറിയ തണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് കുമ്പളങ്ങ അത് നുറുക്കുകയാണ് വേണ്ട ആദ്യം. അപ്പം അതിന് ഇങ്ങനെ മുറിച്ചിടാം ആദ്യം. അപ്പോൾ പിന്നെ നമുക്ക് നുറുക്കുകയാണ്. അത് ചെറുതാക്കിയിട്ടാണ് നുറുക്കുന്നത്, പറ്റ ചെറുതാക്കിയിട്ട് തന്നെ നുറുക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചേമ്പും തണ്ട് ചെറുതാക്കി നുറുക്കി, പിന്നെ ഇതാ കുമ്പളങ്ങി അത് നുറുക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. കഷ്ണങ്ങളൊക്കെ കഴുകിയതാണ്. അപ്പോൾ അത് ചട്ടിയിലിടാണ്. ഉപ്പ് ചേർക്കുകയാണ് ആവശ്യത്തിന്. പിന്നെ നമുക്കതിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. ഒന്നുകൊണ്ട് വെന്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി അത് ചേർക്കാം. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പം ഏതായാലും ഒക്കെ ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഏകദേശമൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. അപ്പോൾ ഇനി പുളി പാരാം. പുളി പിഴിഞ്ഞ് പാരാണ്. ഇനി നന്നാക്കി ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കറിവേപ്പിലിടാണ്. ഇനി വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, ഉലുവ അത് താളിച്ച് ചേർക്കുകയാണ്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളെ കപ്പ വരട്ടെ. അപ്പോൾ ഏതെങ്കിലും കപ്പൊക്കെ ഒന്ന് മുറിക്കുകയാണ്. കണ്ട നല്ല കപ്പ തന്നെയാണ്, വേവുന്ന കപ്പ തന്നെ ആയിരിക്കും. അപ്പോൾ കപ്പ കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ കൊത്തിയിടാണ്. ചെറുതാക്കി ഇങ്ങനെ കൊത്തിയിടാം.
എളുപ്പം വേവും ചെയ്യും. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ നമ്മളെ കപ്പ വേവിച്ചെടുത്തു. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല വേവുണ കപ്പ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. നല്ല പോലെ ഉണ്ട് ഊറ്റിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ അതിലിടാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് നല്ലപോലെ താളിച്ച ശേഷം നമ്മൾ ആ ഊറ്റിയെടുത്ത കപ്പ അതിൽ ചേർക്കാം. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മളെ കപ്പയും ഇവിടെ റെഡിയായി. അപ്പോൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം. പിന്നെ നമ്മളെ കറി അത് വിളമ്പാം. പിന്നെ ഇപ്പോൾ കപ്പ, പിന്നെ ഇന്ന് പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. നല്ലൊരു നാടൻ ഊണ്. പിന്നെ നല്ല കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട നാടൻ മോരുണ്ട്. നല്ല നാടൻ മോര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.